അവിടെ നിൽക്കുന്നുണ്ട 3 പേര് 2 പേര്. അവന്മാരാണ് ഈ എറിയുന്ന മൊത്തം. അവിടെ ഇന്നിട്ട് ഇങ്ങനെ എറിഞ്ഞോണ്ടിരിക്കുക. കണ്ണിച്ചോറില്ലാത്തവരെ എല്ലാ വണ്ടിക്കിട്ട് എറിഞ്ഞോണ്ടിരിക്കും. ഈ കാണുന്നതാണ് കാണിക്കുന്നുണ്ട് അവിടെ. നമ്മുടെ വണ്ടിയുടെ പൊക്കത്തേക്ക് സാധനം വലിച്ചെറിഞ്ഞ്. അതെ, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ? അതെ, നമ്മളതേ അടുത്ത ഡെലിവറിക്ക് പോകണം. ഞങ്ങൾ കഴിഞ്ഞ ഡെലിവറിയുടെ വീഡിയോ ഇട്ടപ്പോൾ നമ്മളോട് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചായിരുന്നു അല്ലേ? ഡെലിവറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ ആഗ്രഹമുണ്ട് എല്ലാവർക്കും, മനസ്സിലായി. എന്തായാലും ഇത് അങ്ങനത്തെ ഒരു വീഡിയോ അല്ല. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാൻ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പം നമ്മള് ഇന്ന് ജസ്റ്റ് ഒരു വേറൊരു ഡെലിവറിക്ക് വേണ്ടി പോവാണല്ലേ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് തിങ്കളാഴ്ച ദിവസമാണ്. അപ്പം ഈ ദിവസങ്ങളൊക്കെ ഈ ഡെലിവറിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇന്ന് ഞങ്ങൾ വലിയ ഓർഡേഴ്സ് ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. തിങ്കളാഴ്ച അത് കാരണം വലിയ ബിസി ഒന്നും ആയിരിക്കത്തില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇപ്പം സമയം 6 മണിയാകുമ്പോൾ പോകുന്നു. 6 മണിയാകുമ്പോൾ 10 മിനിറ്റ് ഉണ്ട്. അപ്പം നമ്മൾ 6 മണി തൊട്ട് എത്ര മണി വരെയും ചെയ്യുമായിരിക്കുന്നു അറിയില്ല. ഡെലിവറി കിട്ടുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം എന്തായാലും നമുക്കിപ്പോൾ നേരെ പോയിട്ട്, ഇപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ ഷിൻഡോച്ചാൻ്റെ വീട്ടിൽ നിന്ന് നമ്മളന്ന് നമ്മുടെ ഫ്രണ്ട്സ് വന്നപ്പോൾ ബെഡ് വാങ്ങിയത്. ആ ബെഡും കൂടെ തിരിച്ചു കൊണ്ടേ കൊടുക്കണം. അപ്പം നമ്മളെന്തായാലും ഇവിടുന്ന് നേരെ ഇനി വണ്ടി എടുത്ത് പോയിട്ട് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ചേട്ടൻ്റെ അടുത്തേക്കാണ് ഡെലിവറി നമുക്ക് വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും അതും കൊടുത്ത് ഈ ബെഡും കൊടുത്തിട്ട് നമുക്ക് അടുത്ത ഓർഡർ പിടിക്കാം. എനിക്ക് ഫസ്റ്റ് ഒരു ഓർഡർ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇത് 7 പൗണ്ട്സ് ആണ് ഈ ഒരു ഓർഡർ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് പോയി നമുക്ക് കളക്ട് ചെയ്ത് ഡെലിവറി ചെയ്യാം. പോവാം. ഇന്ന് ഭയങ്കര തിരക്കാ പുറത്ത് റോഡിലൊക്കെ. എന്തോരം വണ്ടികളാണെന്നറിയോ. എല്ലാവരും ഇങ്ങനെ ഭയങ്കര തിരക്ക് പിടിച്ചത്. മൺഡേ ആയതുകൊണ്ടായിരിക്കാം, പിന്നെ അറിയില്ല. ഞങ്ങളുടെ ഇവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് എല്ലാ ടൂറിസ്റ്റുകൾ വന്നതിനാണോ എന്തിനാന്നറിയില്ല, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു ഇന്ന് അല്ലേ. മുടിഞ്ഞ തിരക്ക്, ഒരു രക്ഷയില്ല. അപ്പൊ എനിക്ക് ഇവിടെ വന്നപ്പോ വേറൊരു ഓർഡറും കൂടെ അടിച്ച്. അപ്പം അത് കമ്പൈൻ ചെയ്ത് രണ്ടും കൂടെ 10.48 പൗണ്ടായി. ഞാൻ പോയി സാധനം കളക്ട് ചെയ്തിട്ട് വരാം. ഇത് ഇവിടെയൊക്കെ നല്ല ആൾക്കാരാണ്. ഇപ്പൊ സമ്മർ ആയത് കാരണം എല്ലായിടത്തും നല്ല ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്ന്. ഇത് ഇവിടെ നിന്നാണ് ഇന്നും ഓർഡർ അടിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്ന് ഓർഡർ കളക്ട് ചെയ്യണ എന്റെ വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു. അപ്പൊ ഇത് പബ്ബാണ് ഇവിടുത്തെ. ഇതിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ബീച്ചിൽ നോക്കുവാണെങ്കിൽ നിറച്ചതേ പിള്ളേരൊക്കെ ഇരുന്ന് വെള്ളത്തിൽ കളിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് എനിക്ക്. അപ്പൊ നമ്മൾ സെക്കൻഡ് ഓർഡർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൂപ്പിൽ വന്നിട്ടുണ്ട്. ഇതൊരു സൂപ്പർ മാർക്കറ്റ് ചെയിനാണ് ഇവിടുത്തെ. അപ്പൊ ഇതിന്റെ അകത്ത് കയറിയിട്ട് ഓർഡർ കളക്ട് ചെയ്തിട്ട് വരാം. അപ്പൊ സെക്കൻഡ് ഓർഡറും കളക്ട് ചെയ്ത് ഇത് കണ്ടില്ല, ഡോഗ് ബിസ്ക്കറ്റ് ആണ്. ഡോഗ് ബിസ്ക്കറ്റും കുറെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. കൊണ്ടേ കൊടുത്തിട്ട് വരാം. എന്താണ് ഒരു ചിരിയൊക്കെ ആയിട്ട്? ഡെലിവറിക്ക് തന്നെയല്ലേ പോയത്? ഒന്നുമില്ല. എന്തോ കള്ളത്തരമുണ്ട്. ഒന്നുമില്ല. ഞാനേ അവിടെ ചെന്നപ്പം 68 ആയിരുന്നു ഹൗസ് നമ്പർ. മേളിലും താഴത്തുമായിട്ടായിരുന്നു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു പറഞ്ഞത്. അപ്പൊ 2ൽ 68 എന്ന് എഴുതി വെച്ചിരുന്നത്. അപ്പം നമ്മൾ നേരെ കയറി ചെല്ലുമ്പം മേളിലേക്കുള്ള വീട്ടിലേക്കുള്ള സ്റ്റെപ്പാണ് കാണുന്നത്. ഞാൻ കയറി ചെന്നതും അവിടെ ഡോർ തുറന്നിട്ടേക്കാണ്. ഞാൻ കൊട്ടിയപ്പം സുന്ദരിയായ ഒരു മദാമ ചേച്ചി വന്നിട്ട് ഡോർ തുറന്നു. ഡോറിന്റെ അടുത്തേക്ക് വന്നു. എന്താടി ഇവിടെ അല്ല താഴത്താന്ന് പറഞ്ഞു. എന്താടി സുന്ദരിയായ മദാമ ചേച്ചി എന്ന് പറഞ്ഞപ്പോ കണ്ടവരെ വായിനോക്കാനാണെന്ന് തോന്നുന്നു ഡെലിവറി എന്ന് പറഞ്ഞിറങ്ങുന്നത്. നോക്കണ്ടവർ നോക്കണം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡെലിവറി കംപ്ലീറ്റ് ചെയ്ത്. അപ്പം ഇനി സെക്കൻഡ് ഡെലിവറിയും കൂടെ ഉണ്ട്, അതൊക്കെ ചെയ്തിട്ട് വരാം. ഡെലിവറി എന്ന് പറയുന്ന അനുവിന് ഒരു ഫുഡ് ടൈം ആണല്ലേ? അതെ, വീട്ടിൽ നിന്ന് ചക്ക വറുത്തൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ അടുത്ത ഓർഡർ വന്നിട്ടുണ്ട്. ഇത് എത്ര പൗണ്ട് ആയിരുന്നു? ഇത് 6 പൗണ്ട്സ് ആയിരുന്നു. ഇത് നമ്മുടെ വീട്ടിലേക്കുള്ളതാണ്. അപ്പൊ ഇത് പോയി കളക്ട് ചെയ്തിട്ട് വീടിന്റെ അവിടെയുള്ള ഏരിയ നമുക്ക് പിടിക്കാം അല്ലേ? അത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഓർഡർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോറിസൺസിലാണ് വന്നേക്കുന്നത്. ഇതും ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഒരു ബിഗ്ഗസ്റ്റ് സൂപ്പർ മാർക്കറ്റാണ് ഞങ്ങളുടെ ഏരിയയിൽ. ഇവിടെ ഇപ്പൊ ഞാൻ സാധനം വാങ്ങിട്ട് വരാം. ഞാൻ ആ ഷോപ്പിലേക്ക് വന്നപ്പോ എനിക്ക് അതിന്റെ ഒപ്പം തന്നെ ഒരു ഓർഡറും കൂടെ അടിച്ച്. അവിടുന്ന് തന്നെ 2 ഓർഡർ പ്ലസ് 4 പൗണ്ട്സും കൂടെ ആഡ് ചെയ്ത്. അപ്പൊ 10.20 പൗണ്ട്സും കൂടെ ആഡ് ചെയ്യും. അല്ല, ഇത് ഇനി കൊടുക്കാൻ പോണത് വേറെ സ്ഥലത്തായിരിക്കും. ആദ്യം നമുക്ക് ബെഡ് കൊടുക്കാം. നമുക്ക് നേരത്തെ ബെഡ് കൊടുക്കാൻ പറ്റിയില്ല. ബെഡ് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു തരാം. അപ്പൊ താങ്ക് യു ബെഡിന്. ചേട്ടനാണെങ്കിൽ പനി അടിച്ചിട്ട് പനിയാണോ? പനി പിടിച്ചോ? ആണോ? ഡ്യൂട്ടിക്ക് പോയിട്ട് സിക്ക് അടിച്ചിട്ട് വന്നോ? ഞങ്ങളത് ഡെലിവറി ചെയ്തോണ്ടിരിക്കുക. ഇവിടെ നിങ്ങളുടെ അടുത്ത് ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഞങ്ങള് ഇവിടെ കൊണ്ടുവന്ന് തരാന്ന് വിചാരിച്ചു. ശരി, ബൈ ബൈ. ഞങ്ങൾ ഡെലിവറി ചെയ്യാൻ പോവാ. സാധനം വണ്ടിക്കകത്തിരിക്കുക, കൊണ്ട് കൊടുത്തിട്ട് വരാം. ഇപ്പൊ നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിയറാണ്. ബിയർ 2 ബിയർ എടുക്കട്ടെ. ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ ആൽക്കഹോളൊക്കെ ഡെലിവറി ചെയ്യുമ്പം അവരുടെ നിന്ന് ID പ്രൂഫ് വാങ്ങി ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എൻ്റർ ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ. 8 വയസ്സിന് താഴെയുള്ളവർക്ക് കൊടുക്കില്ല. അങ്ങനെ അവർ കാണിച്ചില്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാം അല്ലേ? കൊണ്ടുപോകാൻ പറ്റുമോ തിരിച്ച്? നമുക്ക് കൊണ്ടുപോകാം. ചിരിയുണ്ട് കേട്ടപ്പോ. അപ്പൊ നെക്സ്റ്റ് ഡെലിവറിക്ക് പോവാം. ഇവിടെ വന്നപ്പോ ഉണ്ടല്ലോ ഈ 2 ചെക്കന്മാര് തലതെറിച്ചവന്മാര് നമ്മുടെ വണ്ടിയുടെ പൊക്കത്തേക്ക് സാധനം വലിച്ചെറിഞ്ഞ്
ഇത് ഭാഗ്യത്തിന് ചില്ലേ കൊണ്ടില്ല, അല്ലെങ്കിൽ ചില്ല് പൊട്ടിയാണ്. നോക്കിയേ, എന്തോ വേസ്റ്റ് ആണ് ഈ വേസ്റ്റ്. അവന്മാര് ഞാൻ അതിലെ പാസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു. അവന്മാര് എൻ്റെ വണ്ടി കണ്ടുകൊണ്ട് ഒറ്റ കയറി. അവൻ എല്ലാ വണ്ടിക്കിട്ടും എറിയുന്നുണ്ട് അവന്മാര്. 2 പിള്ളേരാണ് അവിടെ നിന്നിട്ട്. നമുക്ക് ശരിക്കും പക്ഷേ ഇത് പെട്ടെന്ന് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുന്നല്ലേ. എറിയണ് അവിടെ നിൽക്കുന്നുണ്ട 2 പേര്. അവന്മാരാണ് ഈ എറിയുന്ന മൊത്തം. അവിടെ നിന്നിട്ട് ഇങ്ങനെ എറിഞ്ഞോണ്ടിരിക്കുക. കണ്ണിച്ചോറില്ലാത്ത എല്ലാ വണ്ടിക്കിട്ടും എറിഞ്ഞോണ്ടിരിക്കുക അവന്മാര്. ഈ കാണുന്നതാണ്, കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് അവര്. എന്ത് പറയാനാണ് ഇവന്മാര്. എനിക്ക് ആ ചോരം തിളച്ചു പറഞ്ഞു. ഇതേപോലെ അവിടെയുള്ള വേസ്റ്റ് മൊത്തം പെറുക്കി എടുത്തിട്ട് അവന്മാര് ഈ പോകുന്ന വണ്ടിയുടെ മേത്ത് മൊത്തം ഇങ്ങനെ എറിഞ്ഞോണ്ടിരിക്കുക. അതെ അറിയുന്നുണ്ടോ? എന്ത് നാറികളാണ് ഇവര്. സോറി, എടുത്തിങ്ങനെ കയ്യിൽ പിടിച്ചു വെച്ചേക്കുക. അടുത്ത വണ്ടി വരാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓങ്ങി നിൽക്കുക അവന്മാര്. മാസ്ക് ഒക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുന്ന. അവന്മാര് ടാറ്റയൊക്കെ തരുന്നു. നോക്കിയേ, എന്ത് ക്രൂരന്മാരാ നോക്കണേ സത്യം പറഞ്ഞാല്. അപ്പൊ അവിടെ വേറെ ആൾക്കാരുണ്ട്. നോക്കിയേ, അവിടെ 3 പിള്ളേർ, ചെറിയ പിള്ളേരാണ് ഇത്. കല്ല് മണ്ണ് എല്ലാം ഉണ്ട്, എല്ലാം മിക്സ് ആയിട്ടുള്ള സാധനമാണ്. നോക്കിയേ, എന്ത് പറയാനാന്ന് പറയുന്നതൊക്കെ. പോയി അവിടെ നിന്ന് 3 പേരുണ്ടായിരുന്നു. അവന്മാരെ എല്ലാ വണ്ടിക്കിട്ട് ഇങ്ങനെ അറിഞ്ഞോണ്ടിരിക്കുക. ഓർഡർ എന്ത് പറയാനല്ലേ, ഓരോരോ വള്ളികൾ ഇങ്ങനെ വന്ന് കയറിക്കോളും. പോയി അവിടെ നിന്ന് തല്ലു കൊടുത്തിട്ടോ. പോലീസിനെ വിളിക്കും, ഇപ്പൊ പോലീസിനെ വിളിച്ച് പോലീസിന് ഇത് അടച്ചു കൊടുക്കും. ഞാനവിടെ വണ്ടി നിർത്തി സൈഡിൽ നിന്നപ്പം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് എന്നെ കണ്ടിട്ട് വന്ന് ഇജു എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട്, അപ്പൊ അവരും കണ്ട് സംഭവം. അവരും കണ്ടപ്പോൾ പറഞ്ഞു, നീ പോലീസിനെ വിളിച്ചിട്ട് പോലീസിനോട് കംപ്ലൈന്റ് പറയും, അവന്മാര് ഡീൽ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. നീ ഇതിന്റെ ഒക്കെ പുറകെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ അതിലും വലിയ വള്ളികളാവും. പിന്നെ അവന്മാർക്ക് എന്തെങ്കിലും വൈരാഗ്യം തോന്നി പിള്ളേരാവുമ്പോ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം വന്നിട്ട് എല്ലാം ഈ മറ്റേ മാസ്ക് ഒക്കെ വെച്ചാ നടക്കുന്നത്. തലയിൽ ഹുഡിയൊക്കെ എല്ലാം ഇട്ടിട്ട് ഒന്നും പറയണ്ട. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ഡെലിവറിക്ക് പോവാം അല്ലേ. അപ്പൊ നമുക്ക് അടുത്തൊരു ഡെലിവറി വന്നിട്ടുണ്ട്. പക്ഷെ ഇത് 3 പൗണ്ടേ ഉള്ളൂ. പക്ഷെ ഇത് അടുത്ത് തന്നെ, അത് കാരണം ഞാൻ പിന്നെ അക്സെപ്റ്റ് ചെയ്തത്. അപ്പൊ എന്തായാലും അതും കൂടെ ഒന്ന് ഡെലിവറി ചെയ്യാം. ഇത് അടുത്ത ഓർഡർ വന്നോണ്ടിരിക്കാണല്ലോ. 8 പൗണ്ട്. ഇത് കുറച്ച് ദൂരമുണ്ട്. അപ്പൊ ഞാൻ ഇതെന്തായാലും എടുക്കുന്നില്ല, റിജക്ട് ചെയ്യാം. പണ്ടൊരു പേടി. ഇപ്പൊ ഇനി ഉമ്മാർ ഇവിടെ എങ്ങനെ കുളിച്ചിരിപ്പുണ്ടോന്നാണ്. എന്താ ഒളിച്ചിരുന്ന് പണിയോന്നാണോ പേടി? ഞാനതാ നോക്കിക്കൊണ്ടിരിക്കണ. നന്നായി. ധൈര്യമായിട്ട് പുറത്തിറങ്ങുമ്പോ ഈ ധൈര്യം ഉണ്ടോ? ഇവിടെ പോയപ്പോ ഇപ്പൊ നാട്ടിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ഇവിടെയൊക്കെ വന്നിട്ട് നമ്മൾ ഓരോന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ എന്നാ പിന്നെ എന്തിനാ ഓടി പുറത്തിറങ്ങിയത്? വണ്ടിക്ക് എന്തായാലും പറ്റിയാ നോക്കണ്ടേ. നീ എന്ത് പാടിയത്? നല്ല മരം. ഇടി നീ ആ മരം കാണുക. നല്ല ഭംഗിയുണ്ടല്ലേ. കാണിച്ചാൽ ഞാൻ പുറത്തോട്ട് കാണിക്കാം. ഇവിടെ വന്നപ്പോ ഉണ്ടല്ലോ ഒരു അടിപൊളി മരം. നോക്കിയേ, നല്ല രസമില്ലേ ഈ തൂങ്ങി കിടക്കുക ഇങ്ങനെ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിന്റെ പൊക്കത്തൊക്കെ നമുക്ക് മറ്റേ കൂടൊക്കെ കെട്ടി, മറ്റേ പണ്ട് നമ്മൾ കെട്ടത്തില്ലേ മരത്തിന്റെ പൊക്കത്തൊക്കെ കൂട് കെട്ടത്തില്ലേ, അതേപോലെ കെട്ടാൻ പറ്റിയൊരു അടിപൊളി മരം. ഇങ്ങനെ തൂങ്ങി കിടക്കുക. ക്രിസ്മസിനൊക്കെ നമ്മൾ തോരണങ്ങൾ കെട്ടത്തില്ലേ, അതേപോലെ ഇങ്ങനെ കിടക്കുവാണ് ഈ സംഭവം മരം. നല്ല ഭംഗിയായിട്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു മരം കാണുന്നത്. അപ്പൊ ഞങ്ങളാണെങ്കിലോ ഇന്നത്തെ ഡെലിവറി തൽക്കാലത്തേക്ക് നിർത്തിയല്ലേ നോൾ? നിർത്തി വെച്ചു. ചേട്ടൻ സിക്ക് ലീവ് ഒക്കെ അടിച്ച് വീട്ടിലിരിപ്പുണ്ട്. അപ്പൊ ചേച്ചിയും വീട്ടിലുണ്ട്. പിന്നെ ഞങ്ങൾ ഓർത്താ പിന്നെ നമ്മള് നിർത്തിയേക്കാം. അതല്ല, നമ്മളിപ്പോ ചേട്ടന്റെ വീട്ടില് ബെഡ് കൊടുക്കാൻ പോയപ്പോ നമ്മള് പ്ലാൻ ഇട്ട് നമുക്ക് ഫിഷിങ്ങിന് പോകാന്ന് പറഞ്ഞിട്ട് പ്ലാൻ ഇട്ട്. അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ച് എന്നാ പിന്നെ ഡെലിവറി നടത്താം. നമ്മള് 1.5 മണിക്കൂറാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഓർഡറും ഇല്ല. ഓർഡർ ഇപ്പം വരുന്ന എല്ലാം ചെറിയ എമൗണ്ട്. ഇപ്പൊ ലാസ്റ്റത്തെ ഞാൻ 3 പൗണ്ടല്ലേ എടുത്തത്. അത് കഴിഞ്ഞിട്ട് എല്ലാം 2 പൗണ്ട് 2.50 പൗണ്ടൊക്കെ വരുന്നത്. സാധാരണ മൺഡേസ് ചെയ്യാറില്ലല്ലേ. ഇത് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോ പോവാന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഇന്ന് ഡ്യൂട്ടി ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ചുമ്മാ ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും ചുമ്മാ പോയി കറങ്ങിയിട്ടൊക്കെ വരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. പിന്നെ ഈ ഒരു ഇൻസിഡന്റ് നടന്ന് ഇതൊക്കെ നടന്നപ്പോ മൊത്തത്തിൽ ഒരു അപശകുനം ഫീൽ ചെയ്തല്ലേ. അതൊരു വല്ലാത്ത ബാഡ് ഫീൽ അടുപ്പിച്ചു. ഇപ്പൊ എന്തായാലും ഞങ്ങൾ നേരെ പോകുന്നത് ലിഡിലിൽ പോയിട്ട് കുറച്ച് ഷോപ്പിംഗും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചേട്ടനും ചേച്ചിയും വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു. അപ്പൊ അവരിന്ന് വീട്ടിൽ കിടക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് വരും അല്ലേ. അപ്പൊ ഇന്ന് നമ്മള് ഫിഷിങ്ങിന് പോകണ്ടായിരുന്നു. ഇപ്പൊ ഫിഷിങ്ങിന് പോകണ്ടെന്ന് പറഞ്ഞൂടാ. ഫിഷിങ്ങിന് പോകാന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് ക്യാൻസൽ ചെയ്തത്. സ്ക്വിഡിനെ പിടിക്കാൻ പോകാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അല്ലേ. സ്ക്വിഡിനെ പിടിക്കാൻ പോകാനായിട്ട് ഇനി സമയം ഇപ്പൊ രാത്രി ഇങ്ങനെ ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റ് ഇങ്ങനെ ഡൗൺ ആയി വന്നോണ്ടിരിക്കുകയാണ്. സമയം ഇപ്പൊ 8 മണിയായി. നടക്കുമെന്ന് അറിയില്ല. പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം. അത് അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇന്നത്തെ ഏണിങ്സ് എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഡെലിവറിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 21 പൗണ്ടാണ് ഈ ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഏൺ ചെയ്തത്. അതോടൊപ്പം തന്നെ ഒരു 3 പൗണ്ടും കൂടി ഉണ്ട് ടോട്ടൽ. അപ്പം 3 + 21 എത്രയാ?
24. 24 പൗണ്ടാണ് നമ്മൾ 1.5 മണിക്കൂർ കൊണ്ട് എൻ ചെയ്തത് അല്ലേ? ഇതിപ്പോ നഷ്ടമാണോ ലാഭമാണോ എന്ന് ചോദിച്ചാ ഇതിപ്പം ഓക്കെ ചില്ല് പൊട്ടിയിരുന്നെങ്കിൽ നഷ്ടമായേനെ. അത് ശരിയാ. നമ്മുടെ ജില്ല് പൊട്ടിയിരുന്നെങ്കിൽ മുഞ്ചിപ്പോയേനെ. ഇപ്പൊ ലാഭമായി. ഇപ്പൊ ലാഭം.